നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കണ്ണൂർ ഇരിട്ടിയിൽ മരണപ്പെട്ട സ്നേഹയുടെ മരണം വെറുമൊരു ആത്മഹത്യയായിരുന്നില്ല, കൊലപാതകം തന്നെയാണ്. പൊന്നിന്റെ പേരിൽ പെണ്ണിനെ അളക്കുന്ന കാലത്ത് നിന്ന് മലയാളക്കര ഇതുവരെ കരകയറിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണം മാത്രമാണ് സ്നേഹയുടെ മരണം. പുഴുത്ത മൃഗത്തോട് കാണിക്കുന്ന ദയ പോലും സ്വന്തം ഭാര്യയോട് അയാൾ കാണിച്ചിരുന്നില്ല. മരണം വരെ അവളെ ഉപദ്രവിക്കുകയും മാനസികമായി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരുന്ന ഒരു ഭർത്താവ്. ലോറി ഡ്രൈവറായ ഭർത്താവിന് ഇട്ടുമൂടാൻ സ്വർണം വേണം എന്നുള്ളതായിരുന്നു സ്നേഹ അനുഭവിക്കേണ്ടുവെന്ന ദുരിതത്തിൻ്റെയൊക്കെ കാരണം. അതില്ലാത്തതിൻ്റെ പേരിലാണ് സ്നേഹ ഈ കൊടും യാതനകളൊക്കെ അനുഭവിച്ച് മരണപ്പെടേണ്ടി വന്നത്. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീധന പീഡന മരണങ്ങൾക്ക് ഇനി എന്ന് അവസാനം എന്ന ചോദ്യം തന്നെയാണ് സ്നേഹയുടെ മരണം സംഭവിക്കുമ്പോഴും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. വിസ്മയ, ഉത്ര, തുഷാര, പ്രിയങ്ക, അർച്ചന, സുചിത്ര, ഇങ്ങനെ പോകുന്ന കൂട്ടത്തിലേക്ക് ഒരു പേര് കൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്നു: സ്നേഹ. പേരുകൾ മാറുന്നതല്ലാതെ ഈ സംഭവത്തിൽ, ഈ ആത്മഹത്യകളിലൊന്നും കഥകൾ മാറുന്നില്ല. എല്ലാവർക്കും വേണ്ടത് സ്വർണം, സ്ത്രീധനം. കേരളത്തിൽ സ്ത്രീധന തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. 28 കുടുംബ കോടതികളിലായി 1.25 ലക്ഷത്തോളം കേസുകളാണ് ഇതുവരെ കേരളത്തിലുള്ളത്. സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന 1961 പാർലമെന്റ് പാസാക്കിയിട്ടുള്ള ശക്തമായ നിയമം രാജ്യത്തുള്ളപ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ സ്ത്രീധന പീഡനങ്ങളും ദാരുണ മരണങ്ങളും ആത്മഹത്യകളും കേരളത്തിലടക്കം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം കൊടുത്ത് മകളെ കെട്ടിച്ചയച്ച് കടക്കെണിയിലാകുന്ന കുടുംബങ്ങൾ കേരളത്തിൽ ലക്ഷക്കണക്കിനുണ്ട്. കൊട്ടക്കണക്കിന് സ്ത്രീധനം കൊടുക്കാത്തതിനാൽ തൻ്റെ സ്നേഹം നിരാകരിക്കപ്പെട്ടതിനെ തുടർന്ന് ജീവനൊടുക്കിയ ഡോക്ടറും കേരളത്തിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ കുറിച്ചാണ് പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച പെൺകുട്ടികളടക്കം ഇതിനൊക്കെ ഇരയാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത്. ഉന്നത വിദ്യാഭ്യാസമുണ്ടായ പെൺകുട്ടികൾ അടക്കം മാനസിക ശാരീരിക പീഡനങ്ങൾക്കാണ് സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇരയാകേണ്ടി വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക വിരോധാഭാസം. പരാതി കിട്ടിയാൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ജാമ്യമില്ലാ വകുപ്പ് കേസെടുക്കുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നിരിക്കെ പന്തീരങ്കാവ് കേസിലെ പ്രതി രാഹുൽ ഉൾപ്പെടെയുള്ളവർ പോലീസ് തടങ്കലിൽ വിസയിലടക്കം രാജ്യം വിട്ടതൊക്കെ നമ്മൾ കണ്ടു. സ്ത്രീധന പീഡനം ക്രിമിനൽ കുറ്റകൃത്യമാണ് എന്ന് ഉദ്യോഗസ്ഥർക്ക് പോലും ഓർമ്മയില്ലാത്ത സാഹചര്യമാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. വിവാഹ ചെലവിന് എന്ന പേരിൽ വധുവിൻ്റെ വീട്ടുകാരിൽ നിന്നും വാങ്ങുന്ന പണം പോലും സ്ത്രീധനത്തിൻ്റെ പരിധിയിൽ വരുമെന്നതാണ് നിയമം. വിവാഹത്തിന് ലഭിക്കുന്ന സമ്മാനങ്ങളുടെ പട്ടിക രേഖയായി സൂക്ഷിക്കണമെന്നതാണ് നിയമം. സർക്കാർ ഉദ്യോഗസ്ഥർ വിവാഹിതരാകുമ്പോൾ സ്ത്രീധനം ആവശ്യപ്പെടുകയോ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യവാങ്മൂലം നൽകണം. എന്നാൽ ഇതൊന്നും ഇവിടെ നടപ്പാകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 80 യുവതികളാണ് സ്ത്രീധന പീഡനം സഹിക്കവയ്യാതെ ജീവനൊടുക്കിയതായിട്ട് തെളിയിക്കപ്പെട്ട റിപ്പോർട്ടുകളായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. തെളിയിക്കപ്പെടാതെ മരണപ്പെട്ടിരിക്കുന്ന, ആത്മഹത്യ ചെയ്തിരിക്കുന്ന, കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഒട്ടനവധി ഉണ്ടാകും. ഇതിൽ സ്ത്രീധനം കുറഞ്ഞു പോയതിന് ഭാര്യയെ കെട്ടിത്തൂക്കിയും തീക്കൊളുത്തിയും പട്ടിണിക്കിട്ടും പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചും കൊലപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഞെട്ടിപ്പിച്ചത്. 15 വർഷത്തിനിടെ ഇങ്ങനെ 247ഓളം ജീവനുകൾ പൊലിഞ്ഞു എന്നത് കേരളക്കരയും കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദവും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. വനിതാ കമ്മീഷന്റെ കണക്കുപ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡന പരാതികൾ ലഭിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ്, അതായത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരി. 10 വർഷത്തിനിടെ 447 പരാതികളാണ് ഇത്തരത്തിൽ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. സ്ത്രീധന പീഡനത്തിനൊപ്പം ഗാർഹിക പീഡനങ്ങളും കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. 10 വർഷത്തിനിടെ 126 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്നാണ് വയനാട് നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 15,000-ന് മുകളിൽ സ്ത്രീധന പീഡന കേസുകൾ കേരളത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ അവസാനത്തെ ഒരു പേരായി മാറിയിരിക്കുകയാണ് കണ്ണൂർ ഇരിട്ടിയിലെ സ്നേഹ എന്ന യുവതി. 2 ദിവസം മുമ്പാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ കൊടും ക്രൂരകൃത്യമായ സ്ത്രീധനത്തിൻ്റെ പേരിൽ നടന്ന അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതക കേസിൽ, അതായത് സ്ത്രീധനത്തിൻ്റെ പേരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും ഭർത്തൃമാതാവും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതി അവർക്ക് ശിക്ഷ വിധിക്കുന്നത്.
പൂയപ്പള്ളി ചരുവിള വീട്ടിൽ ചന്തുലാൽ, അമ്മ ലാലി എന്നിവർക്കെതിരെയായിരുന്നു കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജ് എസ് സുഭാഷ് കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും ജീവപര്യന്തം തടവായിരുന്നു ശിക്ഷ. വിവാഹം കഴിഞ്ഞ് 5 വർഷത്തിനു ശേഷം തുഷാര എന്ന 28-കാരിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയതായിരുന്നു കേസ്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കേസിൽ പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. IPC 302, 304, B, 344, 34 എന്നീ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. വിവാഹം 2013-ലായിരുന്നു. സ്ത്രീധനത്തിൽ കുറവ് വന്ന 2 ലക്ഷം രൂപ 3 മാസത്തിനുള്ളിൽ നൽകണമെന്ന് കാണിച്ചുകൊണ്ട് പ്രതികൾ തുഷാരയ്ക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള ആക്രമണങ്ങളുടെ പരമ്പരയായിരുന്നു പിന്നീട് കണ്ടത്. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാഹചര്യമൊരുക്കി. 3 മാസം കഴിഞ്ഞതു മുതൽ തുക ആവശ്യപ്പെട്ട് തുഷാരയെ കുടുംബം ശാരീരികവുമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. തുഷാരയെ അവരുടെ കുടുംബവുമായി സഹകരിക്കാനോ കാണാനോ പോലും സമ്മതിച്ചിരുന്നില്ല. ഇതിനിടെ ഇവർക്ക് 2 പെൺകുട്ടികൾ ജനിച്ചു. കുട്ടികളെ കാണാൻ പോലും തുഷാരയുടെ വീട്ടുകാരെ അനുവദിച്ചില്ല. 2019 മാർച്ച് 21 രാത്രി തുഷാര മരിച്ചതായി അച്ഛനെ ഓട്ടോ ഡ്രൈവറാണ് അറിയിക്കുന്നത്. കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് ഇവർ ഓടിച്ചെല്ലുന്നു. അപ്പോഴവിടെ കണ്ടത് തൻ്റെ മകളുടെ ഒട്ടിയ ശരീരം. പോസ്റ്റ്മോർട്ടത്തിലാണ് അപൂർവവും ക്രൂരവുമായിട്ടുള്ള കൊലപാതകമാണ് നടന്നതെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തുഷാരയുടെ മരണത്തിൻ്റെ ചുരുളഴിയുന്നത്. മൃതദേഹത്തിൻ്റെ ഭാരം വെറും 21 കിലോഗ്രാം മാത്രമായിരുന്നു. ആമാശയത്തിൽ ഭക്ഷണത്തിൻ്റെ ഒരു അംശം പോലുമില്ല. അതായത് തുഷാരയെ പട്ടിണിക്കിട്ട് കൊന്നു എന്ന്. തൊലി എല്ലിനോട് ചേർന്ന് മാംസമില്ലാത്ത നിലയിലായിരുന്നു തുഷാര മരണപ്പെട്ടത്. വയറൊട്ടി വാരിയെല്ല് നട്ടെല്ലിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥ. ശാസ്ത്രീയ തെളിവുകൾക്ക് ഉപരിയായി അയൽക്കാരുടെയും തുഷാരയുടെ മകളുടെയും അധ്യാപികയുടെയും ഒക്കെ മൊഴികൾ കേസിൽ നിർണായകമായിരുന്നു. കുട്ടിയെ നഴ്സറിയിൽ ചേർത്തപ്പോൾ അമ്മയുടെ അഭാവം അന്വേഷിച്ച അധ്യാപികയോട് അവൾ കിടപ്പ് രോഗിയാണ് എന്ന് കള്ളം പറഞ്ഞവരാണ് കുട്ടിയുടെ പിതാവ്. അമ്മയുടെ പേര് തുഷാര എന്നതിന് പകരം 2ാം പ്രതിയായിട്ടുള്ള ലാലി പേര് പറയുകയുണ്ടായി. ഈ ഒരു കേസിൽ വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഇതേ രീതിയിലുള്ള മറ്റൊരു സ്ത്രീധന പീഡനവും അതിൻ്റെ പേരിൽ ഒരു ജീവൻ പൊലിഞ്ഞു എന്ന വാർത്തയും കേരളത്തിന് കേൾക്കേണ്ടി വന്നത്. പായം സ്വദേശിയായ സ്നേഹയുടെ ദയനീയ മരണം. കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് ജിനീഷിൻ്റെ വീട്ടിൽ വച്ച് ഈ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ സ്നേഹയെ ജിനീഷിൻ്റെ വീട്ടിലെ അടുക്കള ഭാഗത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സ്നേഹയുടെ മുറിയിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. ഭർത്തൃ വീട്ടിൽ നിന്ന് സ്നേഹയ്ക്ക് നിരന്തരം ദേഹോപദ്രവം നേരിടേണ്ടി വന്നിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കളുടെയും ആരോപണം. മർദ്ദനത്തെക്കുറിച്ച് സ്നേഹയുടെ ഇളയമ്മ ബന്ധുവിനയച്ചിട്ടുള്ള ഒരു വാട്സപ്പ് സന്ദേശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം പ്രചരിക്കുന്നുണ്ട്. അതിൽ പുഴുത്ത മൃഗത്തോട് കാണിക്കുന്ന ഒരു ദയ പോലും അവളോട് അയാൾ കാണിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണത്. 4 വർഷം മുൻപായിരുന്നു സ്നേഹയുടെയും ജിനീഷിൻ്റെയും വിവാഹം. ഇരുവർക്കും 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിൻ്റെ നിറത്തിൻ്റെ പേരിലടക്കം ഇവരെ ഉപദ്രവിച്ചിരുന്നു. അതായത് ആ കുഞ്ഞിൻ്റെ നിറം തൻ്റെ നിറത്തോട് ഇണങ്ങുന്നില്ലല്ലോ, അല്ലെങ്കിൽ തൻ്റെ നിറമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ യുവതിയെ നിരന്തരമായി ഉപദ്രവിച്ചു. സ്വന്തം കുഞ്ഞ് ഇതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ട്രോമയെ പോലും ഓർക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു രീതി സ്വന്തം അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് പറയാൻ തന്നെ ഒരു മടിയുണ്ട്. എന്തായാലും സ്നേഹയുടെ മരണത്തിൽ ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ അമ്മയ്ക്കെതിരെയും ഒക്കെയുള്ള പരാതികൾ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിട്ടി പോലീസ് കേസെടുത്ത് ഇയാളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് വിവരം. സ്നേഹയുടെ ആത്മഹത്യാ കുറിപ്പടക്കം പരിശോധിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തത്. ലോറി ഡ്രൈവറായ ഭർത്താവ് ജിനീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇനി നിലവിൽ വന്ന റിപ്പോർട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ക്രൂരകൃത്യത്തിൻ്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുറത്തു വരാനുണ്ടോ എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ജിനീഷിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.